നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശനിയും വ്യാഴവും കഴിഞ്ഞാൽ നവഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോചരഫലത്തിൽ ഗുണദോഷങ്ങൾ നമുക്കായിട്ട് നൽകുന്ന ഗ്രഹങ്ങളാണ് രാഹുകേതുക്കൾ. ശനി കഴിഞ്ഞാൽ ഏറ്റവും അധികം കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളും രാഹുകേതുക്കളാണ്. നിരവധിയായിട്ടുള്ള നക്ഷത്ര ഫലങ്ങളും ഗുണദോഷങ്ങളും എല്ലാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും രാഹുകേതുക്കൾ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ എന്തെല്ലാം ഫലങ്ങളാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് പലർക്കും അറിയാത്ത കാര്യമാണ്. ആ ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിക്കുന്നത്. രാഹു ഇപ്പോൾ കുംഭം രാശിയിലാണ്, കേതു ഇപ്പോൾ ചിങ്ങം രാശിയിലാണ്. ഇപ്പോൾ നമുക്ക് ധനുക്കൂറുകാരുടെ രാഹു കേതുക്കളുടെ ഗോചര ഫലത്തെ നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടംകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാർക്ക് രാഹു 3-ാം ഭാവത്തിലാണ്, കേതു ആകട്ടെ 9-ാം ഭാവത്തിലാണ്. പൊതുവെ അനുകൂലമായിട്ടുള്ള കാലമാണ്. ധനപരമായ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. തൊഴിലിലും ബിസിനസ്സിലും പൊതുപ്രവർത്തന രംഗത്തും ഉയർച്ചയുടെ കാലഘട്ടമാണ്. ചില മാറ്റങ്ങളും ഉണ്ടായേക്കാം. ചിരകാല സ്വപ്നങ്ങളൊക്കെ സഫലമാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാമെങ്കിലും ദൈവാധീനം വർദ്ധിപ്പിച്ചാൽ കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ്. ചിലപ്പോൾ ശരീരക്ലേശം അനുഭവപ്പെട്ടേക്കാം. ബിസിനസ്സിലേക്ക് സാഹചര്യം അനുകൂലമാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. വീട്ടിൽ സമാധാനവും ശ്രേയസ്സും ഒക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ധനം വരുന്നതോടൊപ്പം തന്നെ ചെലവുകളും വർദ്ധിച്ചേക്കാം. എല്ലാ കാര്യങ്ങളിലും ദൈവാധീനം ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയം ഉണ്ടാകുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ കാര്യത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. യോഗ്യതയ്ക്കനുസരിച്ച് പുതിയ ജോലി സിദ്ധിക്കുന്നതാണ്. ഉദര രോഗത്തിനും സാധ്യതയുണ്ട്, കരുതലെടുക്കുക. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ശീലങ്ങൾ നല്ല രീതിയിലേക്ക് പോകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.